ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ പൂട്ടിയതോടെ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ ഇവിടെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചക്കത്തേക്ക് പച്ചടി ഉണ്ടാക്കുകയാണ്. വേവിച്ച് വെച്ച കുമ്പളങ്ങയിൽ തേങ്ങ ഒഴിച്ച് അതിലേക്ക് ചേർത്ത് പച്ചടി റെഡിയായി വരികയാണ്. അങ്ങനെ അമ്മയുടെ കറികളെല്ലാം ഏകദേശം റെഡിയായി വരികയാണ്. അങ്ങനെ പച്ചടി റെഡിയായി വരികയാണ്. ഇനി സാമ്പാറിനുള്ളതാണ് മുറിച്ചിടേണ്ടത്. അതിനായി അമ്മ പച്ചക്കറിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പരിപ്പിലേക്ക് പച്ചക്കായ, ചേന, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം കൂടി വേവിച്ചെടുക്കുകയാണ്. തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങാക്കായും പിന്നീട് ആഡ് ചെയ്യുന്നതാണ്. അതിനായി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ വറക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ കറിവേപ്പിലയും ഇട്ട് നന്നായി അമ്മ വറുത്ത് കോരുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, സാമ്പാർ പൊടി എല്ലാം മസാലകളും കൂട്ടി വറുത്ത് കോരുകയാണ്. അങ്ങനെ നമ്മുടെ സാമ്പാറിന് വേണ്ടിയുള്ള തേങ്ങ റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് അമ്മ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി വറുത്ത് ബ്രൗൺ നിറമാവുന്നത് വരെ വറക്കണം. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങ വറുത്തു വരുന്നുണ്ട്. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. നന്നായി തിളപ്പിക്കണം. നന്നായി തിളപ്പിച്ചതിന് ശേഷം ചട്ടി ചൂടാക്കി അതിലേക്ക് കടുക്, കറിവേപ്പില, കുറച്ച് സാമ്പാർ പൊടി എല്ലാം കൂടി നന്നായി വറുത്തിടുകയാണ് ചെയ്യുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി സാമ്പാർ റെഡിയായിരിക്കുകയാണ്. ഏകദേശം ഉച്ചയ്ക്കുള്ള എല്ലാ കറികളും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വറുത്തരച്ച് സാമ്പാർ റെഡിയായി വന്നു. അങ്ങനെ അമ്മയുടെ സാമ്പാറും പച്ചടിയും കാമ്പ് വറവും എല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ചോറ്, പപ്പടം, ഓലൻ, സാമ്പാർ, പച്ചടി, വറവ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.